അടുത്തതായി പറയാൻ പോണത് ആ ആയത്തായത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങളുടെ നേതാവാണ്. പരിശുദ്ധ ഖുർആനിനെ വിശാലമായി വിശദീകരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീനായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് മറുപടി പറയുന്നു, ليس معنى أضاعوها تركوها بالكلية ولكن أخروها عن أوقاتها. മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. ഒന്ന് വിശദീകരിച്ചിരണം. ഈ അല്ലാഹുഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, അതായത് ഒരു കൂട്ടർ ഇവർക്കൊക്കെ ശേഷം വരും, ആ കൂട്ടർ നമസ്കാരത്തെ പാഴാക്കുന്നവരാണ് എന്ന് പറഞ്ഞ ഈ അല്ലാഹുഹ എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം തറക്കുഹ ബിൽ കുല്ലിയ, പൂർണ്ണമായി നമസ്കാരം ഒഴിവാക്കി എന്നല്ല അർത്ഥം. ബൽ മറിച്ച് അഖറുഹ അൻ ഔഖാതിഹ, സമയം പിന്തിവരൽ. ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ആ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതെ പിന്തി വരുന്നവരെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പോയാ നമസ്കരിക്കുന്നവരെ നിങ്ങളുടെ കാര്യവും തീർന്നു. നമസ്കരിക്കുന്ന സഹോദര, നിങ്ങളുടെ കാര്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അബൂബക്കറിന്റെ വാക്കല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അതിനെ ഒന്നും കൂടെ വിശദീകരിച്ചുകൊണ്ട് ഇമാം താബിഈങ്ങളുടെ നേതാവായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല നമുക്ക് റിപ്പോർട്ട് ചെയ്ത് വിശദീകരിച്ചിരുന്നു. താബിഈങ്ങളുടെ നേതാവ് വിശദീകരിച്ചിരുന്നു. എന്താണ്? വഹുവ അല്ലാ യുസല്ലി ളുഹ്റ ഹത്താ യഅതി അൽ അസ്ർ, വഹുവ അല്ലാ യുസല്ലി അൽ അസ്ർ ഹത്താ യഅതി അൽ മഗ്രിബ്, വഹുവ അല്ലാ യുസല്ലി അൽ മഗ്രിബ ഹത്താ യഅതി അൽ ഇശാ, وهو ألا يصلي العشاء حتى تطلع الفجر، وهو ألا يصلي الفجر حتى تطلع الشمس. فمن مات وهو مصر على هذه الحالة ولم يتب وعده الله بغي طعمه خبيث وقعره بعيد، طعمه خبيث وقعره بعيد. ഭീഷണിപ്പെടുത്തുകയാണ് ആയത്തിലൂടെയും ഹദീസിലൂടെയും ഭീഷണിപ്പെടുത്തുകയാണ്. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? വഹു അല്ലാ യുസല്ലി ളുഹ്റ ഹത്താ യഅതി അൽ അസ്ർ, ളുഹറിന്റെ നമസ്കാരം അസ്റിന്റെ സമയമാകുന്നത് വരെ പിന്തിക്കുന്ന സഹോദര, ളുഹറിന്റെ സമയം അവ്വൽ വഖത്ത് നമസ്കരിക്കാതെ അസ്റിന്റെ സമയം വരെ പിന്തിച്ചുകൊണ്ട് കച്ചവടം ചെയ്ത് 3:45 ബാങ്ക് വിളിക്കുമ്പോൾ 3:30 വന്ന് ളുഹർ നമസ്കരിച്ച് ദിക്റും ദുആയിൽ നമുക്ക് ഇരിക്കുമ്പോൾ അസ്റിന്റെ ബാങ്ക് വിളിക്കും, അതും കൂടെ ചേർത്ത് നമസ്കരിക്കുന്ന നമസ്കാരക്കാരാ, നിന്റെ നമസ്കാരം വേണ്ട, പോയി, ഔട്ട്. വഹു അല്ലാ യുസല്ലി അൽ അസ്റ ഹത്താ യഅതി അൽ മഗ്രിബ്, മഗ്രിബ് വരെ നമസ്കരിക്കാതെ കടയിൽ കച്ചവടം ചെയ്ത് അല്ലെങ്കിൽ കളിതമാശകളിൽ ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന സഹോദരൻ, മഗ്രിബിന്റെ സമയമാകുമ്പോൾ ഇഖാമ ബാങ്ക് വിളിക്കാൻ കേവലം 5 മിനിറ്റ് മാത്രമുള്ളപ്പോൾ ഓടി വന്ന് ഒരു സാറ്റിസ്ഫൈ ഇല്ലാതെ, ഒരു മനസ്സിന് സമാധാനം കിട്ടാതെ പെട്ടെന്ന് ഓടി വന്നവൻ നമസ്കരിക്കുന്നു അസ്റിന്റെ വഖത്ത്. അങ്ങനെ കൈകെട്ടുമ്പോൾ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നു, നിന്റെ നമസ്കാരവും പോയി. അതേപോലെ മഗ്രിബിന്റെ നമസ്കാരം ഇശാഇന്റെ അടുത്ത സമയം വരെ പിന്തിക്കുന്നു. ഇശാ നമസ്കാരമോ ഇല്ല, പിന്നീട് അത് രാത്രി വീട്ടിൽ പോയിട്ട് കിടക്കുമ്പോ ഒരു ഒളുവോടുകൂടി കിടക്കുകയും ചെയ്യാം, നമസ്കരിക്കുകയും ചെയ്യാം. അപ്പൊ ഒളുവോടുകൂടി കിടന്ന കൂലിയായി, നമസ്കരിച്ച കൂലിയായി. പെണ്ണും പിള്ള അവിടെ അങ്ങനെ കിടത്തിയിട്ട് പെണ്ണും പിള്ളയുടെ കട്ടിലെടുക്കൽ, അല്ലാഹു അക്ബർ, അവർക്ക് മയ്യത്ത് നിസ്കാരവുമായി, എന്റെ ഇശാ നിസ്കാരവുമായി, വീട്ടിൽ നല്ല സുഖം, അങ്ങനെ അങ്ങോട്ട് തോന്നും അവിടെ നമസ്കരിക്കാം. സുബഹി നമസ്കാരം നല്ല കിടന്നുറങ്ങുക. എവിടെയോ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെങ്കിലും സുബഹി നമസ്കാരം മുടക്കിയാൽ, അറിയാതെ ഉറങ്ങിപ്പോയാൽ രാവിലെ നിങ്ങൾ എഴുന്നേക്കുമ്പോൾ ഒന്ന് നിസ്കരിക്കണേ എന്ന് പറഞ്ഞ ആ ഒരു ഹദീസ് എടുത്തു പിടിച്ചിട്ട് കൂർക്കം വലിച്ചുള്ള ഉറക്ക. നേരം വെളുത്ത് സൂര്യൻ ഇങ്ങനെ അടിക്കുമ്പോ, നമ്മുടെ പൃഷ്ഠഭാഗത്ത് ചൂടടിക്കുമ്പോ, അല്ലോ 8 മണിയായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ടൊരു നിസ്കാരമുണ്ട്. അല്ലാഹുവേ, ഈ നമസ്കാരം ഒന്നും അല്ലാഹ്ക്ക് വേണ്ട. ഗൾഫിൽ പോയിട്ടുള്ളവർക്കറിയാം, ഗൾഫിൽ കിടന്ന് നല്ല ഉറക്കുക. എന്നിട്ട് പറയുന്നത് 12 മണി വരെ നിന്ന്, അത് ദുനിയാവിന്റെ ആവശ്യത്തിന് നീ 12 വരെ നിന്ന്. തറാവീഹിന് വന്ന് 1 മണിക്കൂർ നിൽക്കാൻ പറഞ്ഞാൽ നീ നിൽക്കുവോ? ഇല്ല. നീ ദുനിയാവിന്റെ ആവശ്യം 1500 റിയാലിന് വേണ്ടിയിട്ടല്ലേ നീ 12 മണിക്കൂർ മക്കാലയിൽ നിന്നത്. എന്നിട്ട് നീ അള്ളാഹുവിന്റെ ന്യായം പറയുന്നു, സുബഹി നമസ്കരിക്കാതെ കിടന്നിറങ്ങിയിട്ട് രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോകും, 8 മണിക്ക് കടയിൽ പോകും. അപ്പോ പാന്റ് ഷൂട്ടും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഓടിച്ചിട്ട് സ്പീഡായിട്ട് അള്ളാഹ് കൊണ്ട് 2 റക്അത്ത് നമസ്കാരം, എന്നിട്ട് ഒരൊറ്റ പോകും. അള്ളാഹു തആല എന്താ ഇവന് പ്രത്യേകം ഖുർആൻ ഇറക്കി കൊടുത്ത് ഇവന്റെ സുബഹിയൊക്കെ രാവിലെ 8 മണിക്ക്, ഗൾഫ് ജോലിക്കാരുടെ സുബഹിയെല്ലാം 8 മണിക്കെന്ന് അള്ളാഹു ഒരു പ്രത്യേക ഒരു ആയത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ? എങ്കിൽ അമ്മക്കൊന്ന് ഉറങ്ങാനാണ്. എല്ലാ
എല്ലാരും കൂസലില്ലാതെ വിദേശിക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പോയാൽ സുഹൃത്തുക്കൾ മുറിക്കാത്ത നമസ്കരിക്കുന്നു. പള്ളിക്ക് പഞ്ഞമില്ല, പമ്പിന് പഞ്ഞമില്ല, ഈ രണ്ടു കാര്യത്തിലും പഞ്ഞമില്ലാത്ത ഗൾഫിൽ തൊട്ടടുത്ത് പള്ളി കിടന്നാലും പള്ളി പോയി നമസ്കരിക്കൂല. എന്തിനാ പിന്നെ ഈ ഹദീസും ഖുർആനും എന്തിനായി റസൂൽ പഠിപ്പിച്ചത്? നമുക്ക് നേർച്ചപ്പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കാനാ. ഇതൊക്കെയല്ലേ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഈ ഉമ്മത്തെന്താ ഇത് മനസ്സിലാക്കാത്തത്? ബാങ്ക് വിളിക്കുമ്പോൾ 1.5 സഫ് ആള് മാത്രം, ബാക്കി മുഴുവൻ മക്കളും ഇവിടെ കളിച്ചും ചിരിയിലും രസിച്ചുകൊണ്ടിരിക്കുക. എന്റെ സമുദായമേ, നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ള ഈ ത്യാഗം സഹിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ പറയുന്നത്. ഒന്ന് മനസ്സിലാക്ക്. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ ഇങ്ങനെ നമസ്കരിച്ചാൽ ഫമൻ മാത വഹുവ മുസിറുൻ അലാ ഹാദിഹിൽ ഹാല, ഈ അവസ്ഥയിലെങ്ങാനും നമസ്കരിച്ചുകൊണ്ടവൻ മരിച്ചുപോയാൽ വലം യതുബ്, അവൻ തൗബ ചെയ്തില്ല, പശ്ചാത്തപിച്ചില്ല, പടച്ചവനെ എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, ഞാൻ അറിയാതെ നമസ്കരിച്ചു പോയതാണ്, അല്ലാഹുവേ നീ പുറത്തു തരണമെന്ന് തൗബ ചെയ്യാതെ ഇതേ അവസ്ഥയിലെങ്ങാനും മരിച്ചുപോയാൽ വഅദഹുല്ലാഹു ബിഗൈ എന്ന് പറയുന്ന നരകത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് അല്ലാഹുവോട് പറഞ്ഞത്, ഫസൗഫ യൽഖൗന ഗയ്യാ ഇല്ലാ മൻ താബ വആമന വഅമില സാലിഹായ അമൽ ചെയ്ത് തൗബ ചെയ്തവർക്ക് ഈ ഭാഗം പ്രശ്നമല്ല. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തോ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കുന്ന എവിടെ? വഅദഹുല്ലാഹു ബിഗൈയെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചു കൊടുക്കണ്ടേ. തഅമുഹു ഖബീർ, നാറ്റം ദുർനാറ്റമാണ്. വഖറുഹു ബഈദ്, അതിന്റെ ആഴം ഭയങ്കരമാണ്. ഒരു ദിവസം സഹാബാക്കൾ നബിയോടൊപ്പം മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ്. കുന്നാ ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഫസമിഅനാ വജ്ബതൻ, ഞങ്ങൾ ഒരു ഘോര ശബ്ദം കേൾക്കുകയുണ്ടായി. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ചോദിക്കുകയാണ്, അതദറൂന മാ ഹാദാ, ഇതെന്തെന്നറിയുമോ സഹാബത്തെ? അതദറൂന മാ ഹാദാ, ഇതെന്തെന്നറിയുമോ സഹാബത്തെ എന്ന് നബിതങ്ങളുടെ സഹാബാക്കളോട് ചോദിക്കുമ്പോ ഖാലു, സഹാബാക്കൾ പറയുന്നു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലും അല്ലാതെ മറ്റാർക്കും അറിയില്ല യാ ഹബീബല്ലാഹ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി തങ്ങൾ പറയുകയാണ്, ഹാദാ ഹജർ, ഇതൊരു കല്ലാണ് സഹാബത്തെ. അർസലഹുല്ലാഹു മിൻ 70 ഖരീഫ, 70 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ഇത് നരകത്തിലേക്ക് എറിഞ്ഞ ഒരു കല്ലാണ്. ഫൽആന ഹീന ഇൻതഹാ ഇലാ ഖൈരിഹാ, ഇപ്പോഴാണ് അത് ഖബറിന്റെ ആഴത്തിൽ വന്നു വീണത്. ആ ശബ്ദമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം എന്ന് പറയുന്നത് 1000 വർഷമാണ്. 70,000 വർഷം നമ്മുടെ കണക്ക് പ്രകാരം അല്ലാഹു ഒരു കല്ലിട്ട് അതിന്റെ ശബ്ദം റസൂലിനെ കേൾപ്പിച്ച്, സഹാബത്തിനെ കേൾപ്പിച്ച്, ഈ കരുനാഗപ്പള്ളി തെക്കേ പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന നിങ്ങളെയും കേൾപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് ഖബറിൽ, ഇതാണ് നരകത്തിന്റെ ആഴം. 70 ഖരീഫ, 70. ഒരു ദിവസം അവിടുത്തെ ഇവിടുത്തെ 1000 വർഷം. വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ, അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ എണ്ണുന്ന 1000 വർഷമാണ്. അങ്ങനെ 70,000 വർഷമായി ആ കല്ല് നരകത്തിന്റെ അടിത്തട്ടിൽ വന്ന് വീണിട്ട്. നാറ്റമോ, നരകത്തിന്റെ നാറ്റമോ, ഇതൊക്കെ പഠിപ്പിച്ച് തരല്ലേ. ഇത് വിശ്വസിക്കലാണല്ലോ മോമിനികളുടെ ജോലി. അതാണല്ലോ ആദ്യമേ ഞാൻ നേരത്തെ ഓതിയത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഇതൊക്കെ വിശ്വസിക്കലാണ് മുഅ്മിനീങ്ങളുടെ ജോലി. അല്ല ഒരുത്തനെ കൊണ്ടൊന്ന് മൂക്കിൽ മണപ്പിച്ചിട്ട് ഒരുത്തനെ കൊണ്ടുവന്ന് കബറിനകത്തൊന്ന് കാണിച്ചു കൊടുത്താണ്ട് ആഴം കണ്ടോ, ഇങ്ങനെയൊന്നും ആർക്കും കാണണ്ട. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കണം, അങ്ങനെ വിശ്വസിക്കണം. അവർക്ക് മാത്രമാണ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ വഅജ്റുൻ കരീം, 'ീം', 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 '
ഈ
അദൃശ്യത്തെ കൊണ്ട് വിശ്വസിക്കണം. മുസ്ലിം സമുദായം നിങ്ങൾ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. നല്ല പഠിപ്പിക്കുകയാണ്. ഇല്ല, മരിക്കാറായി കിടക്കുമ്പോഴാണ് വിശ്വസിക്കുന്നെങ്കിൽ അവരുടെ ഈമാൻ എനിക്ക് ആവശ്യമേ ഇല്ല. അള്ളാഹ് തട്ടിക്കളഞ്ഞു. ചാവാറായി കിടക്കുകയാണ്. അതുവരയ്ക്ക് അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. തീരാറായപ്പോ ഇബാദത്ത്, തഖ്വ, നമ്മുടെ തൗബ. അള്ളാഹു പറയണം, ആ സമയത്ത് തൗബ എനിക്ക് വേണ്ട, ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിലോ. അപ്പൊ ഇതിന്റെ മാറ്റം കൂടെ ഒന്ന് മനസ്സിലാക്കുക. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയുകയാണ്, ലൗ അന്ന റജുലൻ മിൻ അഹ്ലിൻ നാർ, നരകവാസിയായ ഒരു വ്യക്തി ഉഖ്രിജ ഇല ദുനിയാ, ദുനിയാവിലേക്ക് അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് കൊണ്ടുവന്നാൽ ലമാത അഹ്ലു ദുനിയാ, ദുനിയാവിലുള്ള സകല മാനവരും ചത്തുപോകും. മിൻ വഹ്ശതി മൻവരിഹി, അവന്റെ വിരൂപം കണ്ടുകൊണ്ട്, അവന്റെ വികൃതമായ വേഷം കണ്ടുകൊണ്ട്, വലതിരിഹി, അവന്റെ ദുർനാറ്റം സഹിക്കവയ്യാതെ, ലമാത അഹ്ലു ദുനിയാ, ദുനിയാവിലുള്ള സകല മാനവരും ചത്തുപോകുമത്രേ. സുമ്മ ബകാ അബ്ദുല്ലാഹ് ഇത് കേട്ട മാത്രയിൽ പൊട്ടിക്കരഞ്ഞു. ബുകാഅൻ ശദീദാ, പൊട്ടിക്കരഞ്ഞുപോയി അബ്ദുല്ലാഹി ഇബ്നു അംർ. ഇത് കേട്ട മാത്രയിൽ ഒരു വ്യക്തി എങ്ങാനും നരകത്തിൽ നിന്ന് ഈ ദുനിയാവിലേക്ക് കൊണ്ടുവരപ്പെട്ടാൽ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും നശിച്ചു പോവുകയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ചത്തുപോവുകയും ചെയ്യുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. ഒരു കള്ളം പോലും പറയാത്ത പ്രവാചകന്മാരാണ് ഈ റിപ്പോർട്ട് നമുക്ക് അറിയിച്ചു തന്നത്. നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യം ഇപ്പൊ മനസ്സിലായോ? ഇതിന്റെ ആഴവും മാറ്റവും. ആരെ ഇതിൽ പ്രവേശിപ്പിക്കുക, ആരെ ഇതിൽ പ്രവേശിപ്പിക്കുക? ഒന്നുകൂടെ കേട്ടോ. നമസ്കാരക്കാരല്ല, നമസ്കാരത്തിൽ ജമാഅത്ത് കളഞ്ഞ് വീട്ടിൽ നമസ്കരിക്കുന്നവരെ, ജമാഅത്ത് നമസ്കാരം പിന്തി വരുന്നവരെ, നിങ്ങൾക്കുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞത്. പറ്റി ഉണ്ടെങ്കിൽ ഒന്ന് കേട്ട് മനസ്സിലാക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളിവിടെ 3-4 ദിവസം പ്രഭാഷണം നടത്തി നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് തിരി കിട്ടി അമൽ ചെയ്യാൻ എന്നുള്ള ആ നല്ല നീയത്തോടെ പോകാൻ. അല്ല മുസ്ലിയാരുടെ പ്രസംഗം ഒന്നും ആരും വിലയിരുത്തണ്ട. ആരും മുസ്ലിയാർ അങ്ങനെ ഇന്നലത്തെ പ്രസംഗം അതൊന്നും ഇവിടെ നമുക്ക് ആവശ്യമില്ല. അള്ളാഹു റസൂലും പറഞ്ഞത് ഈ അറിവില്ലാത്ത സാധുക്കൾ മനസ്സിലാക്കുക. കിതാബുകളുടെയും ഹദീസിന്റെ അകത്തും അങ്ങനെ ഇരിക്കുക, അടിക്കി വെച്ചേക്കുകയാണ്. ഇതൊന്നും മനസ്സിലാകുന്നില്ല ഈ ഉമ്മത്തിന്. ഇത് പറഞ്ഞു കൊടുത്താലല്ലേ നാളെ മുതലെങ്കിലും ഈ ശഅബാൻ തൗബയുടെ മാസത്തിൽ പള്ളിയുമായി ബന്ധപ്പെടാൻ നമുക്കൊരു താല്പര്യമുണ്ടാകും. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതിനാണ് ഈ ഹദീസും ആയത്തുകളും ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. പടച്ചവൻ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മഗ്രിബിൽ ഓതുന്ന ഒരു ചെറിയ സൂറത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, ഫവൈലുൽ ലിൽമുസല്ലീൻ, ഫവൈലുൽ ലിൽമുസല്ലീൻ الذين هم عن صلاتهم ساهون. ഈ ആയത്തിലൂടെ മഗ്രിബ് നമസ്കാരത്തിൽ ഉസ്താദുമാർ ഓതുമ്പോൾ, ഇമാമിങ്ങളിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ അവർ ഓതുമ്പോൾ നമ്മൾ കേൾക്കുന്ന സൂറത്താണ്, ആയത്താണ്. ഇതിലെ ഒരു സൂക്തമാണിത്. ഫവൈലുൽ ലിൽമുസല്ലീൻ, നമസ്കരിക്കുന്ന സഹോദരാ, എന്റെ സഹോദരി, നിനക്ക് വൈല് എന്ന് പറയുന്ന ഒരു ചെരുവെന്ന് പറയുന്ന ഭയങ്കരമായ നരകമുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയപാട് സഹാബക്കളാകെ ഞെട്ടിപ്പോയി. നമസ്കരിക്കുന്നവർക്ക് നരകമോ നബിയെ, നമസ്കരിക്കുന്നവർക്ക് നരകമോ നബിയെ? നാം നാം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന് പറഞ്ഞ ഈ ആയത്ത് നബിയെ ആരെ കുറിച്ച് ഇറങ്ങിയതാണ്, എന്തിന്റെ പേരിൽ ഇറങ്ങിയതാണ് എന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട പ്രവാചകരോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹാദാ
ലിമൻ, ഇതൊരുവന് വേണ്ടി ഇറങ്ങിയതാണ്. യുഅഖിറുഹാ അൻ ഔഖാതിഹാ, നമസ്കാരത്തെ പിന്തി വരുന്നവർക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അതാണല്ലോ സാഹൂൻ, അലസത കാണിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നിസ്കരിക്കും. നമുക്ക് പിന്നെ നിസ്കരിക്കാൻ സമയമുണ്ട്, ഉസ്താദ് ഇരിപ്പുണ്ട്, നമുക്ക് ഇവരെല്ലാം കൂടെ ഇമാമത്തിക്കും, നമുക്ക് പിന്നെ നിസ്കരിക്കാം. നമസ്കാരത്തിന് അലസത. അങ്ങനെ തോന്നുന്ന നമസ്കരിക്കണ്ട. അല്ലാഹു പറഞ്ഞെന്താ? നിങ്ങൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സമയം ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇന്ന സ്വലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, കൃത്യമായി നിങ്ങൾക്ക് നമസ്കരിക്കാനുള്ള സമയം ഞാൻ നിർണയിച്ചു തന്നിട്ടുണ്ട്. നിന്റെ ഇഷ്ടത്തിനല്ല പോയി നമസ്കരിക്കേണ്ടത്. അല്ലാഹു പറയാണ്, ഞാനല്ല. കേട്ടോ, അല്ലാഹു പറയാണ്, നിന്റെ ഇഷ്ടത്തിനല്ല നമസ്കരിക്കേണ്ടത്, ഞാൻ സമയം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, ആ സമയത്ത് നമസ്കരിക്കുക. ഇതാ റസൂലുള്ളാഹി ഇവിടെ വിശദീകരിച്ചത്. ഫവൈലുൽ ലിൽമുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ ലിമാ തഹാവനൂ ബിസ്സലാ, നമസ്കാരം കൊണ്ട് കളിക്കുന്നവർ, നമസ്കാരത്തെ അലംഭാവത്തോടെ, അലസതയോടെ, അവജ്ഞയോടുകൂടി കാണുന്നവർ, അവരെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. മാത്രമല്ല സമ്മാഹും മുസല്ലീൻ, നബി തങ്ങൾ പറയാണ് അവരുടെ പേര് മുസല്ലീൻ, നമസ്കരിക്കുന്നവരെന്നാണ്. അവരുടെ പേരും നമസ്കരിക്കുന്നവരെന്നാണ്. അല്ലാഹു ഇവർക്കാണ് ഈ വൈൽ എന്ന് പറയുന്ന നരകം റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുക്കുകയാണ്. നരകത്തിലെ ഒരു വലിയ ചെരുവാണത്, ഒരു വലിയ ചെരുവാണത്. ദുനിയാവിലെ പർവ്വതങ്ങളെങ്ങാനും കെട്ടി വലിച്ച് അതിനകത്തുകൂടെ വലിച്ചു കൊണ്ടുപോയാൽ, ദുനിയാവിലെ പർവ്വതങ്ങളെ ആ വൈലെന്ന് പറയുന്ന നരകത്തിലേക്ക്, ഏത് വൈല്? നമസ്കാരത്തെ പിന്തിച്ച് നമസ്കരിക്കുന്ന നമസ്കാരക്കാർക്ക് വേണ്ടി അല്ലാഹു തയ്യാറാക്കി വൈലെന്ന നരകത്തിലേക്ക് ഈ പർവ്വത സാനുക്കളെ വലിച്ചു കൊണ്ടുപോയാൽ ആ നരകത്തിന്റെ ചൂടിന്റെ കാഠിന്യത്താൽ ഈ പർവ്വതങ്ങൾ പോലും ധൂളികളായി പോകും, ഭസ്മമായി പോകും. അതെല്ലാം അതിൽ ചേർന്ന് ലയിച്ചു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക്? ജമാഅത്ത് നമസ്കാരം കളഞ്ഞ് നമസ്കാരത്തെ പിന്തി വരുന്ന സഹോദര, നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജമാഅത്ത് നമസ്കാരത്തെ പിന്തി വരുന്നവർ, നമസ്കരിക്കാത്തവരുടെ കാര്യവും നമസ്കരിക്കാത്തവരുടെ കാര്യവും ഞാൻ എങ്ങനെ പറയും? ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅസ്ഹാബിഹി, തന്റെ സഹാബാക്കളോട് ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ലാ തദഅ ഫീനാ ശഖിയ്യൻ വലാ മഹ്റൂമാ. റസൂലുള്ളാഹിയുടെ ദുആയാണ്, സ്വീകരിക്കുകയില്ലേ സുഹൃത്തേ? റസൂലുള്ളാഹിന്റെ ദുആ സ്വീകരിക്കുകയില്ലേ? ഈ പരിശുദ്ധമായ ശഅബാനിന്റെ അവസാനത്തെ രാവിലാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചത്. മുസ്ലിം ലോകമേ, സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉഹ്ലുറുൽ മിമ്പർ, മിമ്പറിന്റെ അരികിലേക്ക് ഓടിവരിൻ, മിമ്പറിന്റെ അരികിലേക്ക് ഓടിവരിൻ എന്ന് റസൂലുള്ളാഹി വിളിച്ചു. എല്ലാ സഹാബാക്കളും മിമ്പറിന്റെ അരികിലേക്ക് ഓടിയെത്തി. ഫഹവർനാ, ഞങ്ങൾ മിമ്പറിന്റെ അരികിലേക്ക് ഓടിയെത്തി. ഒന്നാമത്തെ പടിയിലേക്ക് റസൂലുള്ളാഹി കാലെടുത്ത് വെച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി പറഞ്ഞു ആമീൻ. രണ്ടാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആമീൻ. മൂന്നാമത്തെ പടിയിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുകയാണ് ആമീൻ. മിമ്പറിൽ നിന്ന് റസൂലുള്ളാഹി താഴേക്ക് ഇറങ്ങി. സഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ലഖദ് സമിഅനാ മിൻകൽ യൗമ ശൈഅൻ മാ കുന്നാ നസ്മഉഹു ഖബൽ. നബിയേ, എത്രയോ പ്രാവശ്യം അങ്ങയോടൊപ്പം ഈ മിമ്പറിന്റെ ഓരത്ത് ഞങ്ങൾ തടിച്ചുകൂടിയവരാണ്, അങ്ങ് മിമ്പറിലേക്ക് കയറാറുണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം മിമ്പറിൽ കയറിയപ്പോൾ ഓരോ പടിയിലും കയറി ആമീൻ 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 എന്ന് പറഞ്ഞല്ലോ. ശഅബാനിന്റെ അവസാനത്തെ രാവുകളാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ആമീൻ പറഞ്ഞത് എന്തെന്നറിയാനുള്ള ആവേശമായി പോയി സഹാബാക്കൾക്ക്. ബഹുമാനപ്പെട്ട പ്രവാചകൻ വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഏ സഹാബത്തെ, ഇന്ന ജിബ്രീല ഖദ് അറളലി
ജിബ്രീൽ എന്നെ വിളിച്ചുകൊണ്ടുവന്ന് മിമ്പറിലേക്ക് കയറാൻ പറഞ്ഞു. മിമ്പറിൽ കയറിയിട്ട് ദുആ ചെയ്താൽ ആ ദുആ ഖബൂലിയത്താണ് എന്നതിന്റെ തെളിവാണ് സഹോദര. ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ല. ജിബ്രീൽ എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് എന്നെ വിളിച്ച് എന്നെ ക്ഷണിച്ച് മിമ്പറിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. ആ മിമ്പറിന്റെ പടിയിൽ കയറി നിന്നുകൊണ്ട് ആദ്യമായി ജിബ്രീൽ എന്റെ ഉമ്മത്തിന് എതിരെ പ്രാർത്ഥിക്കുകയാണ്. സഹാബത്തെ ഫലം യുഗ്ഫറു ലഹു ഖുൽതു ആമീൻ. പരിശുദ്ധമായ റമളാൻ സമാഗതമാകാൻ പോകുന്നു. ശഅബാനിന്റെ രാവുകളിലാണ്, ശഅബാനിന്റെ രാപ്പാലുകൾ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ ഒരു ശഅബാൻ മാസത്തിന്റെ അവസാനത്തെ രാവിലാണ് പരിശുദ്ധ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ സഹാബാക്കളെ അഭിസംബോധന ചെയ്ത് റസൂലുള്ള പറഞ്ഞത് ബഅദമൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു. പരിശുദ്ധ റമളാൻ സമാഗതമായിട്ട് ഒരുവന്റെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, കോപമുണ്ടാകട്ടെ, അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് ദൂരം പ്രാപിക്കട്ടെ എന്ന് ദുആ ചെയ്തപ്പോൾ സഹാബത്തെ ഗത്യന്തരമില്ലാതെ ഖുൽതു ഞാൻ പറഞ്ഞുപോയി ആമീൻ. ഈ ദുആ ഒന്ന് സ്വീകരിക്കണേ എന്റെ റബ്ബേ. ലോകൈക ഗുരുവിന്റെ പ്രാർത്ഥനയാണ്, ആ ഹബീബിന്റെ ദുആയാണ്. ആ ഹബീബ് കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാത്ത ഒരു ദിവസമുണ്ടോ, ഒരു സമയമുണ്ടോ, ഒരു നിമിഷമുണ്ടോ? ആ റസൂലിന്റെ ദുആയ്ക്ക് ഇജാബത്ത് അല്ലാഹു നൽകിയെങ്കിൽ സുഹൃത്തെ, ആ റസൂൽ രണ്ടാമത്തെ പടിയിലേക്ക് കയറിയപ്പോൾ ജിബ്രീൽ വന്നുകൊണ്ട് പറയുന്നു നബിയെ, അങ്ങയുടെ പേര് കേട്ടിട്ട് അങ്ങയുടെ മേൽ സലാത്ത് ചൊല്ലാത്തവരും അള്ളാന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ സഹാബത്തെ ഖുൽതു ഞാൻ പറഞ്ഞുപോയി ആമീൻ. പടച്ചവനെ നീ ഇത് സ്വീകരിക്കണേ. ആരാണ് മദീനയുടെ പൂമണവാളനാണ്? ആരാണ് മദീനയുടെ പൂമണവാളനാണ്? ആമിന അബ്ദുള്ളയുടെ പൊന്നോമനയാണ്, ജിബ്രീലിന്റെ സതീർത്ഥ്യനാണ്, ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, അവിടുത്തെ ഇജാബത്താണ് അവിടുന്ന് പറയുന്ന ആമീനാണ്. ഫലമ്മാ റഖീതു സാലിസ, മൂന്നാമത്തെ പടിയിലേക്ക് ഞാൻ കാലെടുത്തു വെച്ചപ്പോൾ ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞു ബൗദമൻ നദറക അബവൈഹി കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലം യുദ്ഖിലാഹുൽ ജന്ന. ആർക്കെങ്കിലും വന്യ വയോധികരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് കിഴവനോ കിഴവിയോയായ വൃദ്ധകളായ വൃദ്ധന്മാരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് ആ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തതിന്റെ പേരിൽ ആർക്കെങ്കിലും നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ അവനും അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ ഖുൽതു ഞാൻ പറഞ്ഞുപോയി ആമീൻ. അടച്ച തമ്പുരാനെ, നിന്റെ കാരുണ്യം നിഷേധിക്കപ്പെട്ടവർ, നിന്റെ കാരുണ്യം നിഷേധിക്കപ്പെട്ടവർ, നിന്റെ അനുഗ്രഹം നിഷേധിക്കപ്പെട്ടവർ, നിന്റെ മഗ്ഫിറത്ത് നിഷേധിക്കപ്പെട്ടവർ അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ, ഞങ്ങളുടെ ഇടയിൽ നീ അവരെ ജീവിക്കാൻ അനുവദിക്കല്ല അല്ലാഹ്. എന്നിട്ട് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു മനിശ്ശഖിയുൽ മഹ്റൂം അതദറൂന മനിശ്ശഖിയുൽ മഹ്റൂം. സഹാബത്തെ, ആരാണ് ഞാൻ ഈ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ എന്ന് പറഞ്ഞത് ആരാണ് എന്ന് റസൂലുള്ള നബി തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുന്നു. ആരാണെന്നറിയുമോ? ഖുൽനാ ഖാലു, അവർ പറഞ്ഞു ലാ യാ റസൂലല്ലാഹ്, അറിയില്ല നബിയെ, അറിയില്ല നബിയെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ആ കൂട്ടർ താരിഖുസ്സലാഹ്, നമസ്കാരം ഒഴിവാക്കിയവർ. റസൂലുള്ളാഹി ദുആ ചെയ്ത ഈ കൂട്ടരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നീ വെച്ച് പൊറുപ്പിക്കല്ല അല്ലാഹ്. നബിതങ്ങൾ മദീന പള്ളിയുടെ മിമ്പറിന്റെ അടുത്തിരുന്ന് ദുആ ചെയ്ത ദുആയാണ്. അവരാണ് ശഖിയും മഹ്റൂം. ഓരോ പള്ളികളിലും ദുആ ചെയ്യാറുണ്ട്. ഇത് റസൂലുള്ളാഹി ചെയ്തത് ആരെക്കുറിച്ച്? നമസ്കാരവുമായി ബന്ധമില്ലാത്തവർ. എന്നിട്ട് റസൂലുള്ളാഹി വീണ്ടും പറയാൻ അന്നഹു മൻ യസ്വദ് അവ്വലു മൻ യസ്വദ് വുജൂഹു താരിഖിസ് സലാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആദ്യമായി മുഖം വിവർണമാകുന്നത്, മുഖം കറുക്കുന്നത്, കറുത്ത് കരിച്ച് കരിവാളിച്ചു പോകുന്നത് ആരുടെ എന്നറിയുമോ സഹാബത്ത്? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് താരിഖിസ് സലാ, നമസ്കാരം ഒഴിവാക്കിയവരുടെ മുഖം നാളെ കറുത്ത് കരിവാളിച്ചു പോകും ഖിയാമത്തിന്റെ നാളിൽ. തീർന്നില്ല, വീണ്ടും റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്
വഇന്ന ഫീ ജഹന്നമ വാദിയൻ, നരകത്തിൽ ഒരു പ്രത്യേകമായ ചെരുവുണ്ട്. യുഖാലു ലഹാ ലംലം, അതിന് ലംലം എന്നാണ് പേര് പറയുന്നത്. ഫീഹി ഹയ്യാത്ത്, അതിൽ ഒരുപാട് പാമ്പുകളുണ്ട്. ആ പാമ്പിന്റെ കുല്ലു ഹയ്യത്തിൻ ഫിഖനു റഖബത്തിൽ ബഈർ, ഓരോ പാമ്പിന്റെയും വണ്ണം ഫിഖനു റഖബത്തിൽ ബഈർ, ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ വണ്ണിച്ചതാണ്. ആ പാമ്പിന്റെ നീളം മസീറത്തു ഷഹർ, ഒരു മാസം വഴിദൂരമാണ്. തൽസഹു താരിഖസ്സലാ, നമസ്കാരമില്ലാത്തവനെ അതിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും, അതിങ്ങനെ നക്കിക്കൊണ്ടിരിക്കും. ഫയഗ്ലി ഫീ സുമ്മിഹാ യഗ്ലി സുമൂമുഹാ ഫീ ജിസ്മിഹി, അവന്റെ ശരീരത്തിലൂടെ ആ വിഷം ഇങ്ങനെ ഇറങ്ങുമ്പോൾ 70 ഖരീഫ, 70 വർഷക്കാലത്തോളം അവന്റെ ശരീരത്തിൽ അതിന്റെ വിഷമിങ്ങനെ തിളച്ചുകൊണ്ടവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഭൂമിക്കടിയിലേക്ക് അവൻ താഴ്ന്നു നിലവിളിക്കും. പിന്നീട് കുറേശ്ശെ അവന്റെ ശരീരത്തിന്റെ ഒട്ടിച്ചേർന്നിരിക്കുന്ന മാംസതളങ്ങളെല്ലാം അടർന്നടർന്ന് വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആരെ കുറിച്ചാണ്? അവന്റെ മുഖമാണ് നാളെ വിവർണമായിരിക്കുന്നത്. അവന്റെ മുഖം വിരൂപമായിരിക്കും, കറുത്ത് കരുവാളിച്ചിരിക്കും. അവന് രക്ഷയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് വരികയാണ്. ഇന്ന ഇംറാഅത്തൻ മിൻ ബനി ഇസ്രായീല, ബനു ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് ജാഅത്തില മൂസാ അലൈഹിസ്സലാം, മൂസാ നബിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് മൂസാ നബിയോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകനെ, ഖദ് അദ്നബ്തു ദൻബൻ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. അലീമ, അത് വലിയ തെറ്റായി പോയി. അതുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് വേണ്ടി ഫദ്ഉലി, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയ്യഗ്ഫിറലി വയതൂബ അലയ്യ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്റെ ഈ പശ്ചാത്താപം സ്വീകരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വതുബ്തു ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ തൗബ ചെയ്ത കാര്യമാണ്, അതുകൊണ്ട് പ്രവാചകരെ അങ്ങോട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒരു സഹോദരി വന്ന് മൂസാ നബിയെ സമീപിച്ചുകൊണ്ട് പറയുമ്പോൾ ഖാല മൂസാ അലൈഹിസ്സലാം ലഹാ, അവളോട് മൂസാ നബി ചോദിച്ചു, വമാ ദംബുകി, എന്താണ് നിന്റെ പാപം? നീ ഇത്രയും വലിയ പാപം ചെയ്ത് തൗബ ചെയ്തല്ലോ, എന്താ ആ പാപം? അവള് പറയുകയാണ്, സനയിത്തു, ഞാൻ വ്യഭിചരിച്ചു. വലത്തു വലതൻ, ഒരു കുട്ടിയെ അതിലൂടെ പ്രസവിക്കുകയുണ്ടായി. ഫഖതൽതുഹു, ഞാൻ അവനെ കൊന്നുകളഞ്ഞു. ഖാല മൂസാ അലൈഹിസ്സലാം, കേട്ട മാത്രയിൽ മൂസാ നബി പറഞ്ഞു, ഉഖ്റുജി ഉഖ്റുജി ഉഖ്റുജി, ഇറങ്ങിപ്പോടി പെണ്ണെ എന്റെ മുന്നിൽ നിന്ന്. ലാ തൻസിലു നാറും മിനസ് സമായി ഫതുഹ്രിഖുനാ, നീ ചെയ്ത ഈ കൊടും അപരാധത്തിന്റെ പേരിൽ ആകാശത്തു നിന്ന് തീ കട്ടയെങ്ങാനും ഇറങ്ങി വന്നുകൊണ്ട് നിന്റെ ഈ പാപത്തിന്റെ പേരിൽ ഞങ്ങളെ അല്ലാഹു കത്തിച്ച് കളയാതിരിക്കട്ടെ. ഫഖറജത് മുൻകസിറത്തൽ ഖൽബ്, വളരെ വിഷമിച്ച് ദുഃഖിച്ച് പ്രയാസപ്പെട്ട് പൊട്ടിപ്പോയ ഹൃദയവുമായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദർബാറിൽ നിന്ന് ആ സഹോദരി അങ്ങനെ മടങ്ങിപ്പോവുകയാണ്. അതാ വരുന്നു നസലൽ അമീൻ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ എന്ന മാലാഖ ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹു യഖൂലു ലക്, ഏയ് മൂസ, നിന്നോട് അല്ലാഹു ചോദിക്കുകയാണ്. ഏ മൂസ, അല്ലാഹു നിന്നോട് ചോദിക്കുകയാണ്, എന്തിനാണ് ഒരു പെണ്ണിനെ നിന്റെ അടുക്കലേക്ക് വന്ന നിന്റെ അടുക്കലേക്ക് വന്ന പെണ്ണിനെ, തൗബ ചെയ്ത പെണ്ണിനെ, പശ്ചാത്തപിച്ച പെണ്ണിനെ, പടച്ചവനോട് പൊട്ടിക്കരഞ്ഞ പെണ്ണിനെ എന്തേ മൂസ നീ അത് തിരിച്ചു വിട്ടത് എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ വല്ലാണ്ട് വിഷമിച്ചു പോയി. ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ, ഞാൻ ചെയ്തത് അപാകതയായി പോയല്ലോ എന്ന് ഖേദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, അമാ വജത്ത ശർറൻ മിൻഹാ, അതിനേക്കാൾ കൊടും പാപം ചെയ്ത വൃത്തികെട്ടവർ നിന്റെ നാട്ടിലുള്ളപ്പോൾ പശ്ചാത്തപിച്ച് അള്ളാന്റെ അടുക്കലേക്ക് മടങ്ങിയ പാവപ്പെട്ട പെണ്ണിനെ നീ എന്തിനാണ് പറഞ്ഞു വിട്ടതെന്ന് ചോദിച്ചപ്പോൾ അതിനേക്കാൾ വമൻ ഹുവ ശർറും മിൻഹാ, അതിനേക്കാൾ വലിയ കൊടുംപാതകം ചെയ്തത് ആരാണ് ജിബ്രീലേ എന്ന് ചോദിച്ചപ്പോൾ ഖാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മയ്യതുറുകുസ്സലാത്ത ആമിദം മുതഅമ്മിദാ, അറിഞ്ഞുകൊണ്ട് നമസ്കാരം ഒഴിവാക്കുന്നവർ വ്യഭിചാരികളെക്കാൾ
നമ്മളെക്കാളും കൊടുമ്പാവികളാണ്, അവർ കൊടുമ്പാവികളാണ് മൂസ. അവർ ഈ നാട്ടിലുള്ളിടത്തോളം കാലം അള്ളാന്റെ റഹ്മത്ത് അവൻ പിടിച്ചെടുക്കും മൂസ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമസ്കാരമില്ലാത്തവരെ നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി പ്രവാചകനോട് പറയുകയാണ്. മനസ്സിലാക്കിക്കോ. ഇതിനെ വിശദീകരിച്ച് ഉലമാക്കൾ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ സുറുആത്തുകളിൽ ബർക്കത്ത് വേണമോ, ഫൽയുഖ്രിജ് മിൻഹാ താരിഖസ്സലാ, ആ ഗ്രാമത്തിൽ നിന്ന് നമസ്കാരമില്ലാത്തവരെ നിങ്ങൾ ആട്ടി പുറത്താക്കണം. അങ്ങനെ ആട്ടി പുറത്താക്കിയാൽ നിങ്ങളുടെ സസ്യങ്ങളിലും വൃക്ഷങ്ങളിലും കൃഷികളിലും കച്ചവടങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാകുമെന്ന് ഉലമാക്കൾ വ്യാഖ്യാനിക്കുന്നു. വീണ്ടും ഹദീസിൽ വരുന്ന ഒരു സംഭവം, ഒരു സഹാബിയുടെ ഭാര്യ ഒരു സഹാബിയുടെ സഹോദരി മരിച്ചുപോയി. അദ്ദേഹം അങ്ങനെ വരികയാണ്. ആ സഹാബത്തിന് ആ സഹോദരിയെ കബറടക്കുകയാണ്. ഫസഖത മിൻഹു കീസും മിൻ മാലിഹി ഫീഹിമാലുൻ, സമ്പത്തുള്ള ഒരു ചെറിയ ഒരു പണ്ടാരം, ഒരു ചെറിയ സഞ്ചി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് കബറിലേക്ക് വീണുപോയി. സഖത, അതിങ്ങനെ കബറിലേക്ക് വീണുപോയി. കാര്യം ഫലം യശ്ഉറഹദും, ആരും അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കി കൊടുത്തുമില്ല, പറഞ്ഞതുമില്ല. അവരെല്ലാവരും മണ്ണിട്ട് മൂടി. എല്ലാവരും ഇൻസറഫു, മടങ്ങിപ്പോയി. ഇദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ ഫലമ്മാ ദുഃഖിറ, അത് ഓർമ്മ വന്നപ്പോൾ ജാഇല ഖബരിഹാ, തന്റെ സഹോദരിയുടെ കബറിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ഫനബശ, കബറിങ്ങനെ മാന്തി. കബർ മാന്തിയപ്പോൾ ഫവജദ ഇൻദഹാ നാറാ, കബറിങ്ങനെ എരിയുകയാണ്, കബറിങ്ങനെ എരിയുകയാണ്. ഫറദ്ദ തുറാബ്, അദ്ദേഹം മണ്ണതിലേക്ക് വാരിയിട്ടുകൊണ്ട് ഓടുകയാണ്. തന്റെ ഉമ്മയുടെ അരികിലേക്ക് ഓടിയിട്ട് പറയുന്നു, യാ ഉമ്മ, നെടുവേർപ്പെട്ടുകൊണ്ടുള്ള അറബികളുടെ വിളിയാണ് ഉമ്മാ വൈലത്താ യാ അബാ, അങ്ങനെ വിളിക്കുകയാണ്, നിലവിളിക്കുകയാണ്. ഉമ്മാ മാ കാനത അമലു ഉഖ്തി, എന്റെ സഹോദരി എന്ത് ജോലിയാണ് ചെയ്തിരുന്നത് ഉമ്മ? ഉമ്മ ഉടനെ ചോദിച്ചു, കാലത്ത് എന്തേ വമാ സുആലുക, എന്തേ നീ ഇപ്പോൾ നിന്റെ സഹോദരിയെ കുറിച്ച് ചോദിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ കാലത്ത് ആ സഹോദരൻ പറയുകയാണ്, ഉമ്മ എന്റെ കയ്യിലിരുന്ന കീസ് കബറിൽ വീണുപോയി. ഫനബസ്തു ഖബറഹ, ആ കബറിലെ മണ്ണ് ഞാൻ ഇങ്ങനെ മാറ്റിയപ്പോൾ ഇന്നന്നാറ യസ്തഇലു അലൈഹ, ആ കബറിനെയും അവളെയും തീ വലയം ചെയ്തിരിക്കുകയാണ് ഉമ്മ. ഫബകത്ത്, ഉമ്മയും ഇത് കേട്ട മാത്രയിൽ പൊട്ടിക്കരഞ്ഞുപോയി. ഉടൻ തന്നെ പറയുകയാണ്, മോനെ, അവൾ ഒരു തെറ്റും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അവൾ നമസ്കാരത്തിൽ അലസത കാണിക്കുകയും ആ സമയത്ത് നമസ്കരിക്കാതെ പിന്തി നമസ്കരിക്കുകയും ചെയ്യുന്നവളാണ്. ആ ഒരു തെറ്റ് മാത്രമേ അവളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. സഹോദര, ഓർക്കൂ സഹോദര, നമസ്കാരമില്ലാത്തവരെ, ജമാഅത്തിൽ പങ്കെടുക്കാത്തവരെ, ബാങ്ക് വിളി കേട്ടിട്ട് ഉത്തരം നൽകാത്തവരെ, കൂസലില്ലാതെ കിടന്നുറങ്ങുന്നവരെ, അലംഭാവത്തോടെ കച്ചവടം ചെയ്യുന്നവരെ, നമസ്കാരത്തിൽ പിന്തുവരുന്നവരുടെ കബറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ കൈഫ മൻ യത്റുകു സ്വലാഹ്, ഹാദാ ഹാലു മൻ തറകൽ ജമാഅ, ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയവളുടെ അവസ്ഥ ഇതാണെങ്കിൽ ഫകൈഫ ഹാലു മൻ തറക സ്വലാഹ്, നമസ്കാരം ഒഴിവാക്കിയവന്റെ അവസ്ഥ എന്താണ്? പറയേണ്ടതുണ്ടോ? മഹാനായ ഉമറുൽ ഫാറൂഖിന് കുത്തേറ്റപ്പോൾ, ലമ്മാ തുഇന ഉമറിന് കുത്തേറ്റപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വീണ് പിടയുകയാണ്, വേദന കൊണ്ട് പിടയുകയാണ്. ഖീലലി അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനോട് പറയപ്പെട്ടു, യാ അമീറുൽ മുഅ്മിനീൻ. ഓരോ സഹാബാക്കളുടെ ആവേശം എന്തെന്ന് മനസ്സിലായോ? അവർ മരിക്കുന്ന വേളയിൽ നമസ്കാരം പൂർത്തിയാക്കി നമസ്കരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് പള്ളിയിൽ കിടക്കുമ്പോൾ സഹാബാക്കൾ വിളിച്ചു പറയുന്ന അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ നഅം, പതുക്കെ എഴുന്നേൽക്കുകയാണ്. മുറിയിൽ ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്. മഹാനായ ഉമറുൽ ഫാറൂഖ് പറയുകയാണ്, നഅം ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ ലാ സ്വലാത്ത ലഹു,
ആരെങ്കിലും ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ജീവിച്ചിട്ട് അവൻ ജീവിക്കുന്നത് വെറുതെയാണ്, അവന് നമസ്കാരമില്ല എങ്കിൽ അവന് ഒരു ഹള്ളും ഇസ്ലാമിലില്ല. രക്തം ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുറിവിൽ നിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ അവസ്ഥയിൽ അതേ അവസ്ഥയിൽ അദ്ദേഹം നമസ്കരിക്കുകയാണ്. അതേ അവസ്ഥയിൽ അദ്ദേഹം നമസ്കരിച്ച് പൂർത്തിയാക്കിയെന്ന് ഹദീസിൽ കാണാം. എന്നിട്ട് പറഞ്ഞ എന്താ അവസ്ഥയിൽ നിസ്കരിക്കാത്തവർക്ക് ആ മരണത്തോടടുത്ത് കിടക്കുന്ന സമയത്തും പറഞ്ഞത് ചാൻസ് ഇല്ല, ചാൻസ് ഇല്ല, ചാൻസ് ഇല്ല. ഈ നമസ്കാരമില്ലാതെ മരിച്ചുപോയാൽ സുഹൃത്തുക്കളെ എന്തായിരിക്കും നിന്റെ മരണത്തിന്റെ ആ അന്ത്യസമയം? ഏതവസ്ഥയിലായിരിക്കും? എങ്ങനെ റൂഹ് പിടിക്കും? എങ്ങനെ റൂഹ് പിടിക്കുക? മലക്കൾ വരുന്ന രൂപം വല്ലാത്ത രൂപമാ, പറയാൻ സമയമില്ല. വല്ലാത്ത രൂപമാണ്, വല്ലാത്ത രൂപമാണ്. മലക്കൾ ഇങ്ങനെ വരും റൂഹിനെ പിടിക്കാൻ. ആര്? പള്ളിയുമായി, ഇബാദത്തുമായി, നമസ്കാരവുമായി, നോമ്പുമായി ബന്ധമില്ല മുസ്ലിം സഹോദര സഹോദരി, ഒരു ദിവസം നീ എവിടെയെങ്കിലും കിടന്ന് മരിക്കുമ്പോൾ മലക്കുകളുമായി നീ കുറച്ച് വഴക്കുണ്ടാകും, മലക്കുകളുമായി നീ ഒരു വാഗ്വാദം നടത്തും. നബിയേ, അല്ലാഹു തആല പറയാണ്, അതൊന്ന് അങ്ങ് കണ്ടിരുന്നെങ്കിൽ, അതൊന്ന് കണ്ടിരുന്നെങ്കിൽ. നബിതങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ഒരു ദിവസം പള്ളിയിൽ വന്നിരുന്നിട്ട് ആയത്ത് ഓതി ഇങ്ങനെ കരയാൻ തുടങ്ങി. കല്ലാ ഇദാ ബലഗതി തറാഖി വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ്. മരിക്കാറായി കിടക്കുന്നവന്റെ അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെമ്പറിന്റെ അടുത്തിരുന്നപ്പോൾ ഓതിയിട്ട് സഹാബാക്കളെ അറിയിക്കുകയാണ്, ഏയ് സഹാബത്തെ, ഏയ് സഹാബത്തെ, നിങ്ങൾക്ക് അല്ലാഹു കാണണമെന്ന് ആഗ്രഹമുണ്ടോ? കല്ലാ ഇദാ ബലഗതിൽ ഹുൽഖൂം. തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് വരുമ്പോൾ, തൊണ്ടക്കുഴിയിലേക്ക് നിങ്ങളുടെ റൂഹ് വരുമ്പോൾ, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ പോകുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കും. ഇറക്കിയ സമയത്ത് അവരുമായി ഒരു ചങ്ങാത്തം, ഒരു അടിപിടി, ഒരു പിടിവലി, ഒരു വഴക്ക്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്. തൊണ്ടക്കുഴിയിൽ റൂഹ് എത്തുന്ന വേളയിൽ വൽ മലായികതു ബാസിതു ഐദീഹിം, മലക്കുകൾ അവരുടെ കൈകൾ നീട്ടിക്കൊണ്ട് പറയും, അഖ്രിജൂ അൻഫുസകും, നിന്റെ ആത്മാവിങ്ങെടുക്കടാ, ഇങ്ങെടുക്കടാ എന്ന് വലിച്ചു ബഹളം പിടിച്ചുകൊണ്ടാണ് ഈ മലക്കുകൾ അവനെ സമീപിക്കാൻ വരിക. ബാസിതു ഐദിയഹും അഖ്രിജൂ അൻഫുസകും. നബിയേ, ആ രംഗം വലൗ തറാ അങ്ങ് കണ്ടിരുന്നെങ്കിൽ, ഫകൈഫ ഇദാ തവഫത്തുഹുൽ മലായിക, മലക്കുകൾ ഇവരുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ അവരുടെ മുഖത്ത് അവർ അടിക്കും, പ്രഹരിക്കും, അവരുടെ മുതുകത്ത് അടിക്കും, പ്രഹരിക്കും. അവരിങ്ങനെ വല്ലാണ്ട് നിലവിളിച്ച് കൂടിക്കൊണ്ടിരിക്കും. ആ ഒരു രംഗം വലോ തറ നബിയെ അങ്ങ് കണ്ടിരുന്നെങ്കിൽ, സഹിക്കാൻ പറ്റൂല. നബി അങ്ങ് കണ്ടിരുന്നെങ്കിൽ വലോ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽ മലായികതു ബാസിതു ഐദിഹിം അഖ്രിജൂ അൻഫുസകും. എന്നിട്ട് പറയും, അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ ബിമാ കുൻതും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖ് വബിമാ കുൻതും തസ്തക്ബിറൂൻ വബിമാ കുൻതും തക്സിബൂൻ. അല്ലാഹുവിന്റെ മേൽ ഇല്ലാത്തതൊക്കെ നീ പറഞ്ഞില്ലേ, നമസ്കരിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ വന്നില്ലല്ലോ, അതിന്റെ ഒക്കെ പരിഹാരം നിനക്ക് ദാ ഇപ്പൊ തരാൻ പോവുകയാണ്. ഇപ്പൊ കണ്ടോ, ഇപ്പൊ പിടിച്ചോ, ഇതാ പിടിച്ചോ. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആ രംഗം വീട്ടുകാർക്ക് കാണാൻ പറ്റൂല. നമ്മളിങ്ങനെ കിടക്കും, വല്ലാത്ത അവസ്ഥയായിരിക്കും. ആ സമയത്ത് മലക്കുകൾ വന്ന് നമ്മളോട് കാണിക്കുന്ന ഓരോ രംഗങ്ങളാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കുകയാണ്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ വനഹ്നു അഖ്റബു ഇലൈക്കും. അല്ലാഹു തആല പറയാണ്, അവന്റെ റൂഹ് ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ വഅൻതും ഹീനഇദിൻ തൻളുറൂൻ, നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരിയല്ലേ?
മരിക്കാറായി കിടക്കുന്നവന്റെ അരികത്ത് നമ്മളെല്ലാവരും വാപ്പാടെ അടുക്കൽ വാപ്പ മരിക്കാൻ പോവാ, നമ്മളെല്ലാരെയും വിളിച്ചിരുത്തിയൊക്കെ ഓതും, ദുആ ചെയ്യും. വാപ്പായും മലക്കളും തമ്മിലുള്ള ബന്ധം അവസ്ഥ എന്തെന്നറിയാൻ പറ്റുമോ? വല്ലാത്ത പിടുത്തവാ മോനെ, വല്ലാത്ത പിടുത്തവാ. റസൂലുള്ളാഹിയെ പോലും വെറുതെ വിട്ടോ? റസൂലുള്ളാഹിയെ പോലും പിടിച്ചപ്പോ റസൂലുള്ളാഹി ദുആ ചെയ്തെന്താ? അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നക തഅഖുദുർ റൂഹ്, ആത്മാവിനെ നീ പിടിക്കുന്നത് മിനൽ അസബി വൽ ഖസബി വൽ അനാമിലി, അല്ലാഹുമ്മ ഫഅഇന്നി അലൽ മൗത്ത് വഹവ്വിൻഹു അലയ്യ. അല്ലാഹ് നീ മജ്ജയിൽ നിന്നും, മജ്ജയും മാംസത്തിൽ നിന്നും, എല്ലുകളെ പൊതിഞ്ഞിരിക്കുന്ന മാംസത്തിൽ നിന്നും, ആ എല്ലിനകത്തുള്ള മജ്ജയിൽ നിന്നും, വിരലിന്റെ അറ്റങ്ങളിൽ നിന്നും, ഓരോ വിരലുകളുടെ അഗ്രത്തിൽ നിന്നുമാണ് നീ റൂഹ് പിടിക്കുന്നത്. അല്ലാഹ് സഹിക്കാൻ കഴിയില്ല. അല്ലാഹുമ്മ ഫഅഇന്നി, എന്നെ ഒന്ന് സഹായിക്കണേ അല്ലാഹ്. നബിതങ്ങളാണ് ദുആ ചെയ്യുന്നത്, നബിതങ്ങളാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവോട് യാചിക്കുകയാണ്, കെഞ്ചുകയാണ് അവസാനത്തെ സമയത്ത്. അല്ലാഹുമ്മ ഫഅഇന്നി, അല്ലാഹുമ്മ ഫഅഇന്നി അലൽ മൗത്ത്, അല്ലാഹ് എന്നെ ഒന്ന് സഹായിക്കല്ലാ, വഹബ്ബിൻഹു അലയ്യ, ആ സക്കറാത്ത് എളുപ്പമാക്കി താ അല്ലാഹ്. ലോകത്തിന്റെ ഗുരുഭൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തോട് മല്ലടിക്കുന്ന വേളയിൽ റസൂലുള്ളാഹി ദുആ ചെയ്തതാണ്, വേദന സഹിക്കവയ്യാതെ ദുആ ചെയ്തതാണ്. അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദ് സക്കറാത്തുൽ മൗത്ത്, മുഹമ്മദിന്റെ മേലെ സക്കറാത്തുൽ ഹാല്, സക്കറാത്തുൽ മൗത്ത് ഒന്ന് എളുപ്പമാക്കി താ, ഒന്ന് എളുപ്പമാക്കി താ എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകൻ ദുആ ചെയ്തെങ്കിൽ മലക്കുകളുടെ ആ രംഗം, ആ വിരൂപമായ രൂപം, ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മലക്കുകൾ ആ വരുന്ന രംഗം, ഫയഅതിയാനിഹി, അവനിലേക്ക് മലക്കുകൾ വരും. അവന്റെ രണ്ട് കണ്ണിൽ, ആ മലക്കുകളുടെ മുഖത്ത് അവന്റെ രണ്ട് തേറ്റപ്പല്ലുകൾ, കൊമ്പുപോലത്തെ പല്ലുകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് ഭൂമിയെ ഇളക്കി മറിച്ച് ഉഴുതു മറിച്ചുകൊണ്ട് നേരെ അവന്റെ അടുക്കലേക്ക് വരും. അവന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഇല്ല പിടിക്കല്ലേ, അല്ലാഹുമ്മ അഖിർനി, അല്ലാഹുമ്മ അഖിർനി, അല്ലാഹുമ്മ അഖിർനി. അവിടെ നമ്മൾ കുറെ ദുആ ചെയ്യും. എന്റെ സുഹൃത്തെ, ആ ദുആയും കൂടെ കേട്ടിട്ട് നമുക്ക് പ്രസംഗം നിർത്താം. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും അല്ലാഹുവിനോട്. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പടച്ച തമ്പുരാന്റെ ദർബാറിൽ നമ്മൾ നിൽക്കുമ്പോൾ, അവനെ നേരിൽ കാണുമ്പോൾ നമ്മൾ അവനോട് കെഞ്ചി കെഞ്ചി ചോദിക്കുന്ന 4 രംഗങ്ങളുണ്ട്. കെഞ്ചി കെഞ്ചി ചോദിക്കും. ഈ സമയത്തൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവൂല. എന്തെല്ലാം പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അള്ളാഹുവിനോട് നമ്മൾ പോയിട്ട് കഞ്ചും. ഒന്നാമതായി അവനോട് യാചിക്കും പോയി, റബ്ബനാ അമതന സ്നതൈൻ ഫഅഹയൈതന സ്നതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഹൽ ലനാ ഖുറൂജിൻ മിൻ സബീൽ. തീർന്നു, ഞാൻ നിർത്താൻ പോയാണ്. ഈ ഒരു 4 സന്ദർഭം ഒന്നും മനസ്സിലാക്കിയാൽ ഇനിയെങ്കിലും നമ്മൾ ചെയ്യാൻ തോന്നുമല്ലോ. അള്ളാന്റെ അടുക്കൽ യാചിക്കുന്ന രംഗം, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, യാചിക്കുന്ന രംഗം. വെറുതെ എന്തിനാ വാത് കേൾക്കുന്നത്? വെറുതെ എന്തിനാ പ്രസംഗം കേൾക്കുന്നത്? എന്തിനാ നോമ്പ് പിടിക്കുന്നത്? എന്തിനാണ് നമസ്കരിക്കുന്നത്? എന്തിനാണ് താലീമിൽ പങ്കെടുക്കുന്നത്? അള്ളാന്റെ അടുക്കൽ പോയി യാചിക്കേണ്ട ഒരു അവസ്ഥ വരല്ലേ? ഒന്ന് മനസ്സിലാക്കണം, ഒന്ന് മനസ്സിലാക്കണം. അള്ളാന്റെ അടുക്കൽ പോയി നമ്മൾ യാചിക്കുന്ന 4 സന്ദർഭം ഹദീസിൽ വരുന്നത്. അള്ളാഹുവോട് പോയി പറയും നമ്മളെല്ലാം. നഅൂദുബില്ല, ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ അല്ലാഹു. എന്താ ആമീൻ പറയാ? തുറക്കം വരുന്നോ? അല്ലാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഉൾപ്പെടുത്തിയ പോയി, തീർന്ന്, പീസായി പോയി, ഒരു രക്ഷയില്ല. അല്ലാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആ 4 രംഗം, ആ 4 രംഗം ദുആ ചെയ്യാണ് പടച്ചവനോട്, രക്ഷയ്ക്ക് വേണ്ടി യാചിക്കാൻ. റബ്ബനാ അമതന സ്നതൈൻ ഫഅഹയൈതന സ്നതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഹൽ ലനാ ഖുറൂജിൻ മിൻ സബീൽ. അല്ലാഹുവേ, നീ 2 പ്രാവശ്യം ഞങ്ങളെ ജീവിപ്പിച്ചു, 2 പ്രാവശ്യമായി ഞങ്ങളെ മരിപ്പിച്ചു. അല്ലാഹുവേ, നീ നേരത്തെ ഞങ്ങളെ മരിപ്പിച്ചു, ഇപ്പോൾ നീ ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുകയാണ്. ഫഅതറഫ്നാ ബിദുനൂബിനാ, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, കൊടും അപരാധം പ്രവർത്തിച്ചവരാണ്, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അള്ളാന്റെ അടുക്കൽ നമുക്ക് സംസാരിക്കാനുള്ള അവകാശം അല്പസമയം അല്ലാഹു തരുമ്പോൾ ആ അല്പസമയം പ്രയോജനപ്പെടുത്തുകയാണ് നമ്മൾ. ഫഅതറഫ്നാ ബിദുനൂബിനാ, ഞങ്ങൾ ചെയ്ത പാപങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു അല്ലാഹ്. ഫഹൽ ഇലാ ഖുറൂജിൻ മിൻ സബീൽ,
ഞങ്ങളെ ഒന്ന് ഇറക്കി വിടുമോ അല്ലാ, ഒന്ന് ഇറക്കി വിടുമോ അല്ലാ, ഒന്ന് രക്ഷപ്പെടുത്താൻ ഒരു പഴുതു വരുമോ അല്ലാ. അല്ലാഹുവിന്റെ ആദ്യമായി നമസ്കാരമില്ല, നോമ്പില്ല, സകാത്തില്ല, പള്ളിയുമായി ബന്ധമില്ല, ജമാഅത്ത് നമസ്കാരവുമായി പങ്കാളിയല്ല, അവർ അല്ലാഹുവിന്റെ അടുക്കൽ പോയി കെഞ്ചുന്ന രംഗമാണ് ഹദീസിൽ വരുന്നത്. റബ്ബനാ അമത്ന സനതൈൻ ഫഅഹ്യൈതന സനതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഹൽ ലനാ ഖുറൂജുൻ മിൻ സബീൽ. ഉടനെ അല്ലാഹുവിന്റെ മറുപടി ذلكم بأنه إذا دعي الله وحده كفرتم وإن يشرك به تؤمنوا فالحكم لله العلي الكبير. എന്തേ ഇപ്പൊ നിങ്ങളിപ്പോ കിടന്ന് പൊട്ടിക്കെറിക്കുന്നത്? എന്തേ നിങ്ങളിപ്പോൾ അട്ടഹസിക്കുന്നത്? നിങ്ങളെ അള്ളാഹിലേക്ക് ക്ഷണിച്ചിരുന്നില്ലേ? അള്ളാഹുലേക്ക് നിങ്ങളെ ക്ഷണിച്ചപ്പോൾ വഹ്ദഹു, അവൻ മാത്രമേ ഉള്ളൂ, അവന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുകയും അവനെ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് പലരും നിങ്ങളോട് പറഞ്ഞപ്പോൾ കഫർത്തും, നിങ്ങളത് നിഷേധിച്ച് തള്ളിയില്ലേ? അല്ലാഹ് പറയുന്ന മറുപടി ഒന്ന് കേട്ട് മനസ്സിലാക്കി, ഇനിയെങ്കിലും തൗബ ചെയ് മനസ്സിലാക്ക്. വഹ്ദഹു കഫർതും വയുശ്റക ബിഹി തുഅ്മിനു. ശിർക്കിന്റെ കോട്ടയിലേക്ക് പോയാൽ നിനക്ക് കുഞ്ഞുണ്ടാവും, നിനക്ക് വീട് വെക്കാൻ പറ്റും, നിനക്ക് നിന്റെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുമെന്ന് ശിർക്കിന്റെ വഴികളിലേക്ക് നിന്നെ തെളിച്ചു വിട്ടപ്പോൾ തുഅ്മിനു, നീ അത് വിശ്വസിച്ചു. ഇപ്പോൾ അന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു, നീ ഒരു തെറ്റിലേക്ക് വീണാൽ അതിനും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു എങ്കിൽ ഓർത്തോ, ഫൽ ഹുക്മു ലില്ലാഹ്. ഇന്നത്തെ രാജാധികാരം എനിക്ക് മാത്രമാണ്, എനിക്കല്ലാതെ ഇവിടെ ചലിക്കാൻ ആർക്കും അനുവാദമില്ല. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ മറുപടി. വീണ്ടും രണ്ടാമത്, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹാ ഇന്നാ മൂഖിനൂൻ. ഞങ്ങൾ ഇപ്പൊ ഇതെല്ലാം കണ്ടു അല്ലാഹ്. അബ്സർന, ഞങ്ങൾക്ക് ബോധ്യമായി അല്ലാഹ്, മനസ്സിലായി അല്ലാഹ്. വസമിഅന, ഞങ്ങളിപ്പോ കേട്ടു അല്ലാഹ്. ഫർജിഅന, ഒന്ന് റിട്ടേൺ അടിക്ക് റബ്ബേ, ഒന്ന് മടക്ക് റബ്ബേ, ഒരു ചാൻസ് താ റബ്ബേ. നഅമൽ സാലിഹ, ഞങ്ങളെല്ലാം ചെയ്തു കൊള്ളാം അല്ലാഹ്. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ എത്തിക്കൊള്ളാം അല്ലാഹ്. സദഖകൾ ചെയ്യാം അല്ലാഹ്. സകാത്ത് വാരി കോരി കൊടുത്തോളാം അല്ലാഹ്. അമ്പര ചുംബികളായ കൊട്ടാരങ്ങൾ വെക്കില്ല അല്ലാഹ്. നഅമൽ സാലിഹൻ, സുഹൃതങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ അല്ലാഹ്. ഇന്നാ മൂഖിനൂൻ, ഉറപ്പിച്ചു പറയുന്നു അല്ലാഹ്, ഉറപ്പിച്ചു പറയുന്നു അല്ലാഹ്, തറപ്പിച്ചു പറയുന്നു അല്ലാഹ്. പടച്ച തമ്പുരാനോട്, അല്ലാഹുവിനോട് കെഞ്ചി പറയുമ്പോ പടച്ചവന്റെ മറുപടി അല്ലാഹ് പരിഹസിച്ചുകൊണ്ട് ഫദൂഖൂ ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ ഇന്നാ നസീനാകും വദൂഖൂ അദാബൽ ഖുൽദ് ബിമാ കുൻതും തഅമലൂൻ. ആരുമില്ല പടച്ചവന്റെ മുന്നിൽ രണ്ടാമത് കെഞ്ചി യാചിക്കുമ്പോ അള്ളാന്റെ മറുപടി പരിഹസിച്ചുകൊണ്ട് അള്ളാഹു പറയും, രുചിക്കടാ വിമാനസീത്തും, നീ മറന്നതിന്റെ ഫലമായി രുചിക്കടാ, നീ മറന്നതിന്റെ കാരണമായി രുചിക്കടാ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പലരും മൈക്ക് കെട്ടി നിന്നോട് പറഞ്ഞിട്ട് നീ അത് തിരസ്കരിച്ചവനല്ലേ, നിഷേധിച്ചവനല്ലേ? നോക്കൂ, നീ രുചിച്ചോ? അന്ന് നീ എന്നെ മറന്നെങ്കിൽ ഇന്നാനസീനാക്കും, ഇപ്പോൾ നാം നിങ്ങളെ മറന്നിരിക്കുന്നു. ഫദൂഖൂ
അദാബൽ ഖുൽദ്, നിത്യമായ നരകത്തിലേക്ക് പോയിക്കോ. ബിമാ കുൻതും തഅമലൂൻ, നീ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിത്യമായി നീ നരകത്തിലേക്ക് പോയിക്കോ. ഇപ്പൊ എനിക്ക് നിങ്ങളെ അറിയേയില്ല. അല്ലാഹു പറയാണ്, ഇന്നാ നസീനാക്കും, ഞാൻ നിങ്ങളെ മറന്നു. പിന്നെയും രക്ഷയ്ക്ക് വേണ്ടി യാചിക്കും, പിന്നെയും യാചിക്കും. നമ്മളൊരു കേസ് ഫയൽ സ്വീകരിച്ചു, ഔട്ടായി പോയി, കൊടുക്കൂലേ വീണ്ടും അപ്പീല്, പിന്നെ ഔട്ടായി, പിന്നെയും കൊടുക്കൂലേ. കോടതി, ജില്ലാ കോടതി, ഹൈക്കോടതി, അവിടുന്ന് സുപ്രീം കോടതി, എത്രത്തോളമെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ അവിടെ ഇവിടെ ദുനിയാവിൽ വാദിക്കുമെങ്കിൽ ഇതേപോലെ നാളെ ആഖിറത്തിൽ നീ വാദിക്കും. മൂന്നാമത് വീണ്ടും നീ യാചിക്കുകയാണ് അല്ലാഹുവിന്റെ മുന്നിൽ. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. അല്ലാഹുവേ, ഒന്നിറക്കിത്ത ഒരു ചാൻസ് കൊടുത്ത, ഇനി ഞങ്ങൾ ചെയ്യാത്ത എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തു കൊള്ളാം, എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തോളാം. അപ്പൊ അള്ളാന്റെ മറുപടി, മൂന്നാമത് അള്ളാന്റെ മറുപടി, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. മഴ പെയ്യുന്നു, അല്ല മഴ പെയ്യട്ടെ, അൽഹംദുലില്ലാഹ്. നാളെ ആഖിറത്തിൽ രക്ഷപ്പെട്ട് മഴ, അവിടെ മഴ പെയ്താൽ ഓടുവോ? നിർത്താൻ പോവാണ്, വിശപ്പടിക്കുന്നതായിരിക്കും. നരകത്തിൽ പോകുന്നുള്ള രക്ഷപ്പെടുത്താൻ വേണ്ടി നസീഹത്ത് കൊണ്ടൊരു ഗുണം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. അതൊന്നും പറയല്ലേ ഉസ്താദ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ഞങ്ങൾക്ക് നല്ലപോലെ നടക്കേണ്ടി വരും. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ മഴയൊന്നും ഇൻഷാ അല്ലാഹ് പെയ്യുള്ളൂ. ഇത് കഴിഞ്ഞിട്ടേ, നാലാമത്തെ ദുആ കഴിഞ്ഞിട്ടേ പെയ്യുള്ളൂ. ഇതിൻ്റെ അങ്ങോട്ട് വിളിച്ചത് പ്രസംഗിക്കണമെന്ന് കേട്ട് മനസ്സിലാക്കണ്ടേ, വേണ്ടേ? വന്ന് നിർത്തിയേക്കട്ടെ, രണ്ട് ദുആ കണ്ടു. ആഖിറത്തിൽ പോയി യാചിക്കുകയാണ്. ഖുർആൻ യാചിക്കുകയാണ്, കെഞ്ചുകയാണ് അള്ളാന്റെ അടുക്കൽ ഒരു ചാൻസിന് വേണ്ടി കെഞ്ചുന്ന രംഗം. മൂന്നാമത് കെഞ്ചുമ്പോൾ അള്ളാഹ് പറയുന്നത് എന്താ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. നിങ്ങൾക്ക് ഞാൻ സമയം തന്നില്ലേടാ, നിനക്ക് ഞാൻ സമയം തന്നില്ലേ? അവലം നുഅമ്മിറുകും, നിങ്ങൾക്ക് ഞാൻ ആയുസ് കൂട്ടി തന്നില്ലേ? മാ യതദക്കറു ഫീഹി, ചിന്തിക്കാൻ. മൻ തദക്കറ വജാഅകുമുൻ നദീർ. എത്ര പ്രവാചകന്മാർ നിങ്ങളിലേക്ക് വന്നു, എത്ര സഹാബത്ത് വന്നു, എത്ര മൗലിയമാര് വന്നു, എത്ര പ്രബോധകർ വന്നു, നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറഞ്ഞു തന്നില്ലേ? പിന്നെന്തിനാ എന്നോട് ഇപ്പോൾ യാചിക്കുന്നത്? എന്നെ കുറിച്ച് പറയാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ശരിയാണോ? ഓക്കെ, ശരിയാണ് എന്ന് സമ്മതിക്കുന്ന നാലാമത്തെ യാചന. അതോടെ പറഞ്ഞ നിർത്തും. ഇവരിങ്ങനെ വന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി. എന്തെങ്കിലും